ധന്യമായ തിരുനാമം ഈ പ്രാർത്ഥനയിൽ മഹത്വമെടുക്കട്ടെ. അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സംഭവിക്കുവാനുമായ ദൈവം സഹായിച്ചതോടെ ഞാൻ ദൈവത്തിന് ഒരു മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ സമയമൊരുക്കിയ കഥാവിദാസൻ, ഈ സഭയിലെ കഥാവിദാസൻ ജോസ് പാസ്റ്ററോടും, അതുപോലെ ഉണ്ടായിരിക്കുന്ന കഥാവിദാസൻ റോയ് പാസ്റ്ററോടും, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന കഥാദാസൻ, ഇന്ന് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കടന്നുവന്ന കഥാവിദാസൻ, സഭയിലെ എല്ലാ ദൈവമക്കൾക്കും വേഗം കഥാവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനവും നന്ദി അറിയിക്കുന്നു. പ്രാരംഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ സഭയോടും കഥാവിദാസനോടുമുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ തരണത്തിൽ അറിയിക്കുകയാണ്. എന്റെ പേര് കഥാവിദാസനോട് പറഞ്ഞതുപോലെ ബിനോയ് തോമസ് എന്നാണ്. ഞാൻ കഥാവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ UP-യിൽ ആഗ്രയിൽ കഥാവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ ചെറുതായിട്ട് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ച് ദൈവം ഞാൻ കഥാവിൽ ആഗ്രഹിക്കുകയാണ്. UP-യിൽ ഇന്ത്യ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ 4 ഏരിയകളായിട്ടാണ് നടക്കുന്നത്. UP മൊത്തം 75 ഡിസ്ട്രിക്റ്റുകളായതുകൊണ്ട് മൊത്തം 4 തിരിച്ച് വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, നോർത്ത് അങ്ങനെ 4 തിരിച്ചാണ് ഇന്ത്യ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്റെ ഭാര്യ പിതാവ് ഏകദേശം 30ഓളം വർഷമായി UP വെസ്റ്റിനെ കേന്ദ്രമാക്കി മധുരയിൽ കഥാവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഏകദേശം UP വെസ്റ്റ് എന്ന് പറയുന്നത് 14 ഡിസ്ട്രിക്റ്റുകളാണ്. 14 ഡിസ്ട്രിക്റ്റുകളിലാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷേ ചില കാരണങ്ങളാലൊക്കെ തന്നെ നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെങ്കിലും പൂർണ്ണമായും ദൈവദാസന്മാരെ ആക്കുകയും ദൈവം സഭ സ്ഥാപിക്കപ്പെടുവാനും ദൈവദാസന്മാരെ വെച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൊത്തം 4 ഡിസ്ട്രിക്റ്റുകളാണ്. ഏകദേശം ഒരു ഡിസ്ട്രിക്റ്റിൽ 6ഓളം ദൈവദാസന്മാരെ വെച്ച് നമ്മുടെ 4 ഡിസ്ട്രിക്റ്റുകൾ നമ്മുടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവഹിതമാണെങ്കിൽ അടുത്ത മാസം 2 ഡിസ്ട്രിക്റ്റും കൂടെ ദൈവദാസന്മാരെ വെച്ച് ഏകദേശം 10-12ഓളം ദൈവദാസന്മാരെ വെച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. UP ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ UP വെസ്റ്റിനോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ എന്റെ ഭാര്യ പിതാവിന് ഇങ്ങനെ ഒരു വിസിറ്റിങ്ങിനുള്ള അവസരം ലഭിച്ചപ്പോൾ ഇപ്പോൾ UP-യിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗർഭാപത്തിയുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാം അറിയാം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഗ്രാമ സുവിശേഷീകരണമാണ്. ഞാൻ ആഗ്ര ഡിസ്ട്രിക്റ്റിനുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. എന്റെ കൂട്ടത്തിൽ ഏകദേശം 6ഓളം ദൈവദാസന്മാരുണ്ട്. ഒത്തിരി എതിർപ്പുകളുടെ മധ്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആഗ്രയിലെല്ലാം വെസ്റ്റ് ഏരിയയിൽ തന്നെ നേരിടുവാനിടയായിരുന്നു. അതിന്റെ മധ്യത്തിൽ ശക്തമായി ദൈവസഭയെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന ദൈവസഭ ശക്തമായി UP ഓർത്ത് പ്രാർത്ഥിക്കുക. ശക്തമായ പ്രതികൂലങ്ങൾ ഒത്തിരി വിഷയങ്ങളൊക്കെ അവിടെ നേരിട്ടിരുന്ന മധ്യത്തിലും ദൈവസഭയെ ദൈവം ശക്തമായി വളർത്തുന്നു. അനേക ആത്മാക്കൾ ഗ്രാമങ്ങളിൽ നിന്ന് കർത്താവിനെ അറിയുവാനിടയായിത്തീരുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ വിശുദ്ധ ചിന്തയ്ക്ക് ആധാരമായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 55-ാം അധ്യായം ഒരു ചെറിയ ചിന്ത മാത്രം പറഞ്ഞ് കർത്താവിന്റെ ദാസന് വേണ്ടി സമയം വെറുതെയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 2 ചിന്തകളാണ് ഇവിടെ പറയുന്നത്. നമ്മളെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തെ ചിന്ത, നമ്മൾക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്നാമത്തെ ചിന്ത അല്പനിമിഷം ചിന്തിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മളെ കുറിച്ച് ഒരുപാട് ചിന്തകൾ, ഒരുപാട് വിചാരങ്ങളുണ്ട്. വിചാരങ്ങളില്ലാത്തതായി കാര്യം ഇവിടെയില്ല. കുഞ്ഞുങ്ങളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, സഭയോർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, തലമുറകൾ എല്ലാം ഓർത്ത് ഒത്തിരി വിചാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരുപിടി പ്രശ്നങ്ങളെ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കുറച്ച് വിചാരങ്ങൾ ഉരുത്തിരിയുന്നത് എങ്ങനെയായിത്തീരുമെന്ന്. എന്നാൽ ദൈവം പറയുകയാണ്, നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു സ്വർഗീയ രാജാവുണ്ട്. നാം വിചാരപ്പെടുന്നതിന് മുന്നേ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു അരിമനാഥനായ യേശു നമുക്കുള്ളത് കൊണ്ട് ഇന്ന് പകല് നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. 1-2 വ്യക്തികളുടെ വിചാരങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കെടുക്കാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. സ്തോത്രം. ഒത്തിരി വിവരിക്കാതെ കമ്പിവാചകങ്ങളിൽ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നോക്കുക. യിരെമ്യാ പ്രവാചകന്റെ ഒരു വിചാരം, ഒരു പ്രാർത്ഥന അവിടെ എഴുതിയിട്ടുണ്ട്. തന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ശക്തമായ
അനുഗ്രഹീതമായി സുവിശേഷ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി അനുഗ്രഹീതമായി പ്രയോജനപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു യിരെമ്യാവ്. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന മേലെഴുത്തിൽ ആധികാരികമായി ശക്തമായി പാപത്തിനെതിരെ, അശുദ്ധിക്കെതിരെ, അന്നത്തെ കാലഘട്ടത്തിലെ അനാചാരത്തിനെതിരെ ശക്തമായി പ്രവചിച്ചൊരു പ്രവാചകനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. ഏകദേശം ചരിത്രകാരന്മാർ പറയുന്നു യിരെമ്യാ പ്രവാചകന്റെ 13 മുതൽ 16 വരെയുള്ള പ്രായത്തിന്റെ മധ്യത്തിൽ സർവശക്തനായ ദൈവം യിരെമ്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യിരെമ്യാവേ, നീ ഈ ഭൂമിയിൽ ജനിച്ചതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്, നീ ഇങ്ങനെ ആയിരിക്കുന്നതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് എന്റെ രാജ്യത്തിനു വേണ്ടി സുവിശേഷത്തിന്റെ വക്താവായി, ദൈവരാജ്യത്തിന്റെ ഒരു പ്രവാചകനായി നീ മാറുവാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. നോക്കുക, ദൈവ സന്ദേശം കേട്ട യിരെമ്യാവ് ദൈവത്തോട് പ്രതികരിക്കുന്നത്, ദൈവമേ, ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി, നിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങാമെന്നല്ല. യിരെമ്യാവ് ദൈവത്തിന്റെ ദൂത് കേട്ടപ്പോൾ തന്റെ പരിമിതികളെ താൻ നോക്കി, തന്റെ കഴിവുകേടുകളെ താൻ നോക്കി, തന്റെ കുറവുകളെ താൻ നോക്കി, തന്റെ ബലഹീനതകളെ താൻ നോക്കി. ഒരു പിടി ബലഹീനതകളുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെന്ന യിരെമ്യാവിന്റെ പ്രാർത്ഥനയാണ് നാം വായിച്ചു കേട്ടത്. യിരെമ്യാവ് പറയും, അയ്യോ യഹോവേ, ഒന്ന്, എന്റെ വിചാരം എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. രണ്ടെന്റെ വിചാരം, ഞാൻ ബാലനാകുന്നു. നോക്കൂ, ദൈവം വിളിച്ചൊരു മനുഷ്യന്റെ 2 വിചാരം ഇതാ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. സാഹചര്യങ്ങളെ നോക്കി നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികളെ തരണം ചെയ്യാൻ കഴിയാതെ ഒരുപറ്റം വിചാരങ്ങൾ നമ്മുടെ മുൻപിൽ വരും. നോക്കണേ, ഏകദേശം ഞാനൊരു കണക്ക് കൂട്ടി, 15 വയസ്സെന്ന് ഞാൻ ഈ വ്യക്തിക്ക് യിരെമ്യാവിന് കൊടുക്കുക. 15 വയസ്സുള്ള ഒരു കൊച്ചു പയ്യന്റെ പ്രാർത്ഥന ഇതിലധികമല്ലാതെ എന്താണ് ഉരുത്തിരിയേണ്ടത്? താൻ പറയുകയെ, ഞാൻ ബാലൻ എന്ന് പറയുമ്പോൾ അല്പം കൂടെ താഴേക്ക് വരും. എന്നാലും ഞാൻ പറയുന്നു, നോക്കൂ, ഈ 15 വയസ്സുള്ള ഈ കുഞ്ഞ് എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ബാലനെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് കഴിവുകളില്ലെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നീ പ്രതികൂലത്തെ നോക്കുമ്പോൾ നിനക്ക് കഴിയത്തില്ലെന്ന് നീ പറഞ്ഞാൽ, നിന്നെ കുറിച്ച് ഞാൻ അല്ലെങ്കിൽ പദ്ധതിക്ക് ഒരു പദ്ധതിയുണ്ട്. അതാണ് 4-ാം വാക്യം മുതൽ ദൈവം പറയുന്നത്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, നിന്നെ ഉദരത്തിൽ നിന്ന് ഉരുവാക്കിയതിനു മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭവാസത്തിന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു. ദൈവം അറിഞ്ഞവൻ, ദൈവം നിയമിച്ചവൻ, ദൈവം ആക്കി വെച്ചവൻ 15-ാമത്തെ വയസ്സിൽ സാഹചര്യത്തെ നോക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, എന്റെ പരിമിതികൾ എന്നെ നോക്കി പറയുന്നു, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന്. എന്നാൽ ദൈവം പറയുകയാണ്, നിന്റെ പരിമിതികൾക്കപ്പുറമായി, നിന്റെ കഴിവുകൾക്കപ്പുറമായി നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക തെരഞ്ഞെടുപ്പുണ്ട്. അത് 15-ാമത്തെ വയസ്സിലല്ലോ നിന്റെ മേൽ വെളിപ്പെട്ടത്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനുമുണ്ട് നിന്നെ അറിയുന്ന ഒരു സ്വർഗീയരാജാവുണ്ട്. ഒരാത്മീക ദൂതന്തിര ഇന്ന് പകൽ ദൈവസഭയോട്, തലമുറയോട് ഞാൻ വിളിച്ചു പറയട്ടെ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ യേശു പറയുകയാണ്, നീ ജനിക്കുന്നതിന് മുന്നേ നീ ആരായി മാറണമെന്ന്, നിന്റെ കുടുംബം എന്തായി മാറണമെന്ന്, നിന്റെ ശുശ്രൂഷ എന്തായി മാറണമെന്ന് നിന്നെ കുറിച്ച് വിചാരപ്പെട്ട ഒരുവൻ നിന്റെ അടുക്കലുണ്ട്. അവരെ അറിയാതെയല്ലോ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എന്ന് ഇന്ന് നിങ്ങൾ വിശ്വസിക്കാനിടയായി തീരുക. ഇവിടെ വചനം പറയുകയാണ്, നീ വിചാരപ്പെടുന്ന 15-ാമത്തെ വയസ്സിലാണെങ്കിൽ യിരെമ്യാവേ, നിന്നെ കുറിച്ച് നീ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകാൻ നിന്റെ അപ്പനും അമ്മയും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നോക്കണേ, 3 കാര്യങ്ങൾ ദൈവത്തോടെ പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ നിന്നെ അറിഞ്ഞു, നിയമിച്ചു, ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നോക്കുക, എന്നിട്ട് 7-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്, ഞാൻ ബാലനെന്ന്. 1, ദൈവത്തിന്റെ വിചാരം അറിയാൻ. ദൈവം പറയാൻ, ഞാൻ ബാലനെന്ന് പറയരുത്. 2, ഞാൻ നിന്നെ അയക്കുന്ന ഏവരെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നോക്കണേ, യിരെമ്യാവിന്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത ഉരുത്തിരിയാൻ കാരണം അധികായകരായ ശക്തന്മാരായ പ്രവാചകന്മാർ ഉരുത്തിരിഞ്ഞ മണ്ണിലേക്കാണ്
ദൈവ സന്ദേശവുമായി, പ്രവചനത്തിന്റെ ദൂതുമായി, ദൈവത്തിന്റെ ആത്മീയ ദൂതുമായി യിരെമ്യാവ് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. യിരെമ്യാവ് കണ്ടത് ദൈവത്തെക്കാൾ കൂടുതൽ തന്റെ മുമ്പിൽ നിൽക്കുന്ന ശക്തന്മാരെയാണ്, തന്റെ മുമ്പിൽ നിൽക്കുന്ന വീരന്മാരെയാണ്. ഇവരെ കണ്ടപ്പോ ഇവരോട് ഞാൻ എങ്ങനെ പ്രവചിക്കണം, ഇവരോട് ഞാൻ എങ്ങനെ ദൂത് പറയണം, ഇവരുടെ മുമ്പിൽ ഈ സംസാരിക്കാൻ വാഗ്ദാനവും കഴിവുമില്ലാത്ത ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ഒരുപിടി ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, യിരെമ്യാവേ, നീ നിന്റെ ജീവിതത്തില് ചില യാഥാർത്ഥ്യങ്ങളെ നോക്കി യാഥാർത്ഥ്യമല്ലെന്ന് പറയണമെന്ന്. എത്ര പേർക്ക് മനസ്സിലായി? ബാലനെന്ന് പറയരുതെന്ന്. പിന്നെ ഈ 15 വയസ്സുള്ള ഈ കുഞ്ഞ് ബാലനെന്നല്ലാതെ എന്താ പറയേണ്ടത്? പിന്നെ ഒരു ആത്മീക ദൂതവിടുന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ പരിമിതികളെ കണ്ട് നമ്മൾ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു. ഈ ഉപവാസത്തിൽ ചില അസാധ്യതകളെ നോക്കി, ചില നടക്കത്തില്ലെന്ന് നമ്മൾ വിധിയെഴുതിയ ചില വിധിയെഴുത്തുകളെ നോക്കി ഇന്ന് പകൽ ആത്മാവിൽ പറയണം, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ കൃപയ്ക്ക് ഈ അസാധ്യങ്ങളെ സജ്ജമാക്കാൻ കഴിയും. എന്നിട്ട് യിരെമ്യാവിനോട് ദൈവം പറയുന്ന അടുത്ത കാര്യം, ഞാൻ നിന്നെ അയക്കി എന്തിനാ? 9-ാം വാക്യം പറയാം, നിന്നെ യഹോവ കൈനീട്ടി അവന്റെ വായെ തൊട്ടു, ഞാൻ നിന്റെ വചനത്തെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, എന്തിനാ? നിർമൂലമാക്കുവാനും ഇടിപ്പാനും നശിപ്പിപ്പാനും ജാതികൾക്ക് പ്രവാചകനായി ചിലതിനെ പണിതെടുക്കേണ്ടതിന് ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. കൊച്ചു ചിന്തകളുമായി ദൈവത്തിന്റെ ആനമേറിയ കാര്യപരിപാടികളെ വേണ്ടെന്ന് വെക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, നമ്മുടെ വിചാരത്തെക്കാൾ അപ്പുറമായി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. സ്വന്തം സഭയിലെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം സാധാ പറയാറില്ല, ഞാനൊന്ന് തൊട്ടു പറയുകയാ. സ്വന്തം ജനനം മുതൽ തികച്ചും ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 3 മാതാപിതാക്കൾക്ക് ഇളയവനായി ഞാൻ ജനിച്ചത്. എന്റെ സാക്ഷ്യം കവിവാചകത്തിൽ ഒന്ന് ഓടിച്ചു പറയട്ടെ. 5-ൽ തോറ്റു, 6-ൽ തോറ്റു, 7-ൽ തോറ്റു. മലയാളത്തിൽ ആയെന്ന അക്ഷരം പോലും പഠിക്കാൻ കഴിയാത്ത ഒരു അത്ര ബുദ്ധിമാന്യമുള്ള കുട്ടിയായി 7-ാം ക്ലാസ് വരെ ടീച്ചർമാരുടെ കരുണ കൊണ്ട് പഠിച്ചവനാണ് ഞാൻ. അവസാനം 7-ാം ക്ലാസ്സിലെത്തി ഞാൻ തന്നെ തീരുമാനിച്ചു ഈ സ്കൂളിലേക്കില്ല. വീട്ടിലുണ്ടായിരുന്ന AC ഹോളിലൊക്കെ നിൽക്കുമ്പോഴും എന്റെ സാക്ഷി പറയുന്നതിനകത്ത് എനിക്ക് മടിയില്ല. സ്വന്തം ഹല്ലേലൂയ. അത് ഒരു ഹല്ലേലൂയ. ആ സമയത്ത് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 10-25 ആടും 2-3 പശുക്കളും അതിന്റെ ക്രാക്കളും ഉണ്ട്. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, എന്റെ 2 ജ്യേഷ്ഠന്മാരെ സ്കൂളിൽ പോയിക്കോട്ടെ, ഞാൻ ഈ മൃഗത്തെ തീറ്റി നടന്നോളാം. 3ാമനായി ഞാൻ തികച്ചും ബുദ്ധിമാന്യമുള്ള ഞാൻ ഇനി ഇവനെ ഇതിനു വേണ്ടിയാണെന്ന് എന്റെ മാതാപിതാക്കൾ വിധിയെഴുതി തള്ളി. ഇവൻ മൃഗത്തെ തീറ്റി നടക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒരു 21 സുവാസ പ്രാർത്ഥന നടക്കുന്നത്. ദൈവദാസൻ ഞങ്ങൾ മീറ്റിംഗ് ചെയ്യുന്നപ്പോ ശുശ്രൂഷയ്ക്ക് വന്ന കർത്താവിനദാസൻ വിളിച്ചു ഫ്രണ്ടിൽ നിർത്തി ആത്മനിറവി ദൂത് പറയാൻ തുടങ്ങി. 100 ദൂതുകൾ ശക്തമായി വിളിച്ചു പറഞ്ഞു. കേട്ടവരെല്ലാം ചിരിച്ചു, ഞാനും ചിരിച്ചു. ആളെ ഇളക്കാൻ പറയുന്ന ദൂതാണെന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ വന്ന സമയ ഞാൻ എന്നെ മനസ്സിൽ തള്ളി. നോക്കണേ, ഹല്ലേലൂയ. ആ ഒത്തിരി ദൂത് അനേക ഭാഷകളിൽ നീ പ്രസംഗിക്കും, അനേക രാജ്യങ്ങളിൽ നീ പോകും. ദൂത് കേട്ടവരെല്ലാം ചിരിച്ചു. ഈ ചെറുക്കനോടാണല്ലോ ഈ ദൂത് പറഞ്ഞ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്റെ മാതാവ് ചോദിച്ചു, ലോകരാജ്യങ്ങളിലൊക്കെ നിന്നെ അയക്കും, നീ ബസ്സിന്റെ ബോർഡ് എങ്ങനെയാണോ വായിക്കുന്നതെന്ന്. ബസ്സിന്റെ ബോർഡ് വായിച്ചിട്ട് വേണ്ടേ ലോകരാജ്യങ്ങളിൽ പോകാൻ. ഞാൻ എന്റെ മനസ്സിൽ കളഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോ ബാംഗ്ലൂരിൽ ഒരു ഉപവാസ പ്രവർത്തനം നടക്കുക. ഞാൻ ആ മീറ്റിംഗിന് പോകാൻ തീരുമാനിച്ചു. എന്നെ ഒരു ദൈവദാസൻ വിളിച്ചു. ഞാൻ ആ മീറ്റിംഗിന് ചെന്നു. ആ മീറ്റിംഗിൽ ചെന്നപ്പോ ഇതേ ദൂത് ആവർത്തിച്ചു. അന്നു മുതൽ നിറകണ്ണുകളോടെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇങ്ങനൊരു യേശു ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 12 മണി കഴിയുന്നതിന് മുമ്പ് ഈ യേശുവിന്റെ അത്ഭുതങ്ങൾ എനിക്ക് കാണണം. എന്റെ കഴിവും എന്റെ പരിമിതിയും വെച്ച് ഞാൻ പറയുന്നു, എന്നെ കൊണ്ട് നടക്കുന്ന വഴിയല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് രാത്രി 12 മണി കഴിയുന്നതിന് മുമ്പ് രാത്രി സെക്ഷൻ കഴിഞ്ഞു. ഞാൻ എന്റെ പ്രാർത്ഥന അവസാനിച്ചില്ല. ഞാൻ കൊച്ചു റൂമുകളുണ്ട് ഇവിടെ. പ്രാർത്ഥിക്കാൻ ഓടിച്ചെന്നു. 21 ഉപവാസത്തിന്റെ 1-ാം ദിവസമാണ്. ഞാൻ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഒരു അത്യന്ത ശക്തി എന്റെ മേൽ വന്നു. ഞാൻ ആ റൂമിൽ ഇരുന്ന് അന്യഭാഷയിൽ നിറഞ്ഞു, പ്രവചനാത്മാവിനാൽ നിറഞ്ഞു. ആത്മവെളിപ്പാടിൽ ദൈവദാസന്മാർ എന്നോട് പറഞ്ഞ അതേ ദൂത് ഞാൻ ആത്മാവിൽ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ദൈവത്തോട് ഞാൻ വെച്ചത് 12 മണി കഴിയുന്നതിന് മുമ്പ് ഒരു അടയാളമാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, 12 മണി തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് നീ ബൈബിൾ തുറക്ക്. നിന്റെ കെട്ട് ഞാൻ അഴിച്ചെന്നുള്ളതിന്റെ തെളിവായിട്ട് നിന്റെ മലയാളം ബൈബിൾ നീ വായിച്ചു. ദൈവമക്കളെ, മലയാളത്തിൽ ആയെന്ന അക്ഷരമറിയാതെ മൃഗത്തെ തിരിഞ്ഞ് നടന്ന എന്നെ ഒരു സുവിശേഷ പ്രസംഗകനാക്കി മാറ്റിയത്, യേശുവിനെ പ്രസംഗിക്കാൻ ഇന്ന് ശാസ്ത്രിയുടെ മണ്ണിൽ നിർത്തിയത് പിന്നിൽ വ്യാപരിച്ച ദൈവകരമാണ്. പരിമിതി നോക്കരുത്, തലമുറയോർത്ത പരിമിതി നോക്കരുത്. വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്, വ്യാപരിക്കുന്ന അഭിഷേകമുണ്ട്,
നമ്മളത് നിലനിൽക്കുന്ന ദൈവത്തിന്റെ ആഴമേറിയ വിചാരത്തിന്റെ കാര്യപരിപാടി. ഞാൻ ഒന്നിച്ച് കഴിഞ്ഞ് വന്ന് ഞാൻ എന്റെ 10ാം ക്ലാസ് പഠിച്ചു, +2 പഠിച്ചു, ഡിഗ്രി പഠിച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദൈവത്തെ ഒരു പൊതു ശുശ്രൂഷകരായി പുറത്തു കൊണ്ടുവന്നു. അനേക ഇടങ്ങളിൽ കർത്താവിനെ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 13 വർഷങ്ങളായി കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അനേക ഇടങ്ങളിൽ പോകാം, യേശുവിന്റെ വചനം പ്രസംഗിക്കാൻ ഇടയാക്കി. ദൈവനോട് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞ് കുമ്പനാട്ട് പോയി ഞാൻ എന്റെ BCS ചെയ്തു. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എന്റെ കോട്ടയം തിയോളജി സെമിനാറിൽ ഞാൻ എന്റെ MD കഴിഞ്ഞു. ഇനി ദൈവം ഓർക്കുവാണെങ്കിൽ ഞാൻ ഒക്കുക കിട്ടുന്ന അത്രയും PhD പഠിക്കണമെന്ന് അഹങ്കാരം കൊണ്ട് പറയുകയല്ല. മൃഗത്തെ തീറ്റി നടന്നപ്പോ 7ാം ക്ലാസ്സിൽ പറഞ്ഞൊരു ദൂതുണ്ട്, നിന്റെ പേരിന്റെ മുന്നിൽ ഞാൻ ഡിഗ്രി എഴുതി ചേർക്കുമെന്ന്. അന്ന് ആയെന്ന് അക്ഷരം അറിയാനായിരുന്നു. പക്ഷെ ഇന്ന് നിറച്ചൊരു ദൈവമുണ്ട്. ഇന്ന് നിന്റെ പകൽ തലമുറയോട്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു ദൂത് പരിശുദ്ധാത്മാവ് അറിയുന്നു. ആത്മവിയോഗത്തിൽ ദൈവത്തിന്റെ വിചാരമറിയോ തലമുറയെ കൈമാറ് അവരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നെങ്കിലും എനിക്ക് ഹിന്ദി അറിയില്ല. അസ്വത്രം അതിൽ ഇന്ന് ഒരു ഭാഷ അറിയാത്ത ഒട്ടും അറിയാത്ത ഹിന്ദിക്കാരുടെയിലാണ് പ്രവർത്തിക്കുന്നത്. അതും ഗ്രാമങ്ങളിൽ. നോക്കുക, ഞാൻ വിശ്വസിക്കുന്നു പിന്നിൽ ദൂത് പറഞ്ഞൊരു ദൈവമുണ്ടെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൂതിന്റെ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ വിചാരങ്ങളെക്കാൾ നമ്മയോട് വിചാരപ്പെടുന്ന ഒരു സ്വർഗീയ രാജാവ് ഇന്ന് യുവവാസ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ആത്മവിയോഗത്തിൽ ആത്മബന്ധങ്ങൾ ഉയർത്തി കാണുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഞാൻ അവിടെ നിർത്തുക. ഇരമ്യാവേ, നിന്നെ കുറിച്ചുള്ള വിചാരം ലോകപ്രകാരമുള്ള മണ്ഡലങ്ങളിൽ തകരാനല്ല, മറിച്ച് നിന്നെ കുറിച്ച് ആളുവേറിയ ഒരു പ്ലാൻ എനിക്കുണ്ട്. അബ്രഹാമേ, നിന്നെ വിളിച്ചതിന്റെ അകത്ത് എനിക്കൊരു വിചാരമുണ്ട്. മോശേ, നിന്നെ വിളിച്ചതിന്റെ അകത്ത് എനിക്കൊരു വിചാരമുണ്ട്. ജോസഫേ, നിന്നെ വിളിച്ചതിന്റെ അകത്ത് എനിക്കൊരു വിചാരമുണ്ട്. അങ്ങനെ ഭക്തന്മാരെ എല്ലാം എടുത്തൊന്ന് ചിന്തിച്ച്, പത്രോസേ, നീ പരാജയപ്പെട്ടൊന്ന് ലോകം പറഞ്ഞു, എന്നാൽ നിന്നെ വിളിച്ചതിന്റെ അകത്ത് എനിക്കൊരു വിചാരമുണ്ട്. കൃപ പ്രാപിച്ച ദൈവമയ്യരെ, നമ്മെ കുറിച്ചുള്ള നമ്മുടെ അരിമനാഥനായ അപ്പച്ചന്റെ ഏറ്റവും വലിയ വിചാരത്തിന്റെ അന്യവർണ്ണനയാണ് കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്. ഒരാത്മചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് ഞാൻ പ്രസംഗത്തിന് കുത്തിടുകയാ. നമ്മളെ കുറിച്ചുള്ള വിചാരത്തിന്റെ ഏറ്റവും വലിയ അന്യവർണ്ണന പിതാവായ ദൈവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയത് കാൽവരി ക്രൂശാണ്. കണ്ണുയർത്തി നോക്കുക. ആ കാൽവരി ക്രൂശ് പറയുന്ന ഒരു ദൂതുണ്ട്. നീ പാപത്തിൽ തകരേണ്ടവനല്ല, നീ ശാപത്തിൽ തകരേണ്ടവനല്ല, നീ ലോകത്തിൽ തകരേണ്ടവനല്ല. നിന്റെ തലമുറ ഇന്നത്തെ കുത്തൊഴുക്കിലത്തവണ്ണോ ഒഴുകിപ്പോയി തകരേണ്ടവനല്ല. അവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അഭിഷേകത്തോട് ഈ തലമുറയ്ക്ക് കൈമാറോ. ആ കാൽവരി ക്രൂശിന് വിമോചനത്തിന്റെ വിടുതലിന്റെ ആത്മശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെന്ന് ഇന്ന് മകൻ ആത്മനിയോഗമുള്ള ദൈവമക്കൾ അധികാരത്തോടെ വിളിച്ചു വരാം. എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ സഭയിൽ നടക്കുന്നത് ലോകത്തിന്റെ വിചാരമല്ല, പിശാചിന്റെ പദ്ധതികളല്ല, മനുഷ്യന്റെ യേശുവിന്റെ ആഴമേറിയ വിചാരമാണ്. ഒരു നിമിഷം തുടർന്ന് ദൈവവചനം കേൾക്കാൻ പോവാ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ലോകത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി, വേദനകളെ നോക്കി, തലമുറകളെ നോക്കി, സാഹചര്യങ്ങളെ നോക്കി ഒരു വിധി നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് ആഴമേറിയ ഒരു വിചാരം നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ചുണ്ട്. അതാണ് കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് തന്ന അരിമനാഥനായ യേശു പറയുന്നു, സകലതും നിവൃത്തിയായി. എന്തിനു വേണ്ടിയാ? ഈ തലമുറയെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന ഈ അവസാന തുള്ളി രക്തവും എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള വിചാരത്തിന്റെ ഏറ്റവും വലിയ അന്യവർണ്ണനയാണ്. ഈ തലമുറ ദുരുപദേശത്തിന്റെ പിന്നാലെ, പാപത്തിന്റെ പിന്നാലെ, അനീതിക്ക് പിന്നാലെ പോകുമ്പോൾ യേശു പറയുകയാ, എന്റെ വിചാരം ഈ തലമുറയ്ക്ക് കൈമാറാൻ. ഏതാ വിചാരം? നിത്യത, ദൈവരാജ്യം ഈ തലമുറയ്ക്ക് കൈമാറാൻ
എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇന്ന് പകൽ പ്രശ്നത്തെ നോക്കി, വേദനകളെ നോക്കി ആത്മനിയോഗത്തോടെ വിളിച്ചു പറ, എന്നെ ഓർത്തു വിചാരപ്പെടുന്ന എന്റെ യേശു എന്റെ ചാരയുണ്ടെങ്കിൽ, അവൻ എന്റെ അരികിലുണ്ടെങ്കിൽ, എന്നെ തകർത്ത് കളയാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്ക് കഴിയത്തില്ല, ഒരു ശക്തിക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ